ഇവിടെ വന്നൊന്നും പറയണമെന്നൊന്നും വിചാരിച്ചില്ല. പക്ഷേ ബ്രദർ എന്നെ പേരെടുത്ത് വിളിച്ചതുകൊണ്ട് എന്തെങ്കിലും പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, എനിക്കിവിടെ വന്ന് ധ്യാനം കൂടിയപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ എനിക്ക് ആകെ ടെൻഷനാണ്. ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറാണ്, 4 കുട്ടികളുണ്ട്. അപ്പോൾ എങ്ങനെ അവരെ കൃത്യസമയത്ത് സ്കൂളിൽ വിട്ടാം, ആ സമയത്തിന് സ്കൂളിലെത്താം എന്നുള്ളൊരു ചിന്തയാണ്. അത് എന്നെ അങ്ങ് ആപ്പാടെ വലിഞ്ഞു മുറുകി ഒരു 8 മണിയാകുമ്പോൾ ഞാനും ഒരുങ്ങി ഇറങ്ങണം. അപ്പോൾ ആ ഒരു ടെൻഷനിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒരല്പനേരം വിശ്രമിക്കണം, അല്ലെ കുറച്ച് നേരം നമുക്കായിട്ട് സ്വന്തമായിട്ട് ഒരു സമയം, കുറച്ച് സമയം കണ്ടെത്തണം, പ്രാർത്ഥനയിൽ കണ്ടെത്തണം എന്നുള്ളൊരു ബോധ്യം എനിക്ക് കിട്ടി. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഏതാണ്ട് 10-12 ക്ലാസ്സുകളോളം പഠിപ്പിക്കുന്നുണ്ട്. ആ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് അല്പമെങ്കിലും ആ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിനോടൊപ്പം ഒരല്പ വചനം കൊടുക്കണം എന്നുള്ളൊരാഗ്രഹം മനസ്സിൽ ഉണ്ടായി. പിന്നെ അതുപോലെ തന്നെ ഈ സുവിശേഷവൽക്കരണ ഇതിൽ കൂടുതൽ ബ്രദറിന് ഇത്രയും ഉന്മേഷത്തോടെ ഇത്രയും വർഷം, ഏതാണ്ട് 25 വർഷത്തോളം പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു. കൂടുതൽ ഉന്മേഷം ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. Next, please.